ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ ടൈം PSC ലക്ഷ്യ പബ്ലിക്കേഷൻസിൻ്റെ ധനതത്വശാസ്ത്രം എക്കണോമിക്സിലെ 5ാം ക്ലാസ്സിൻ്റെ ഓൾഡ് SCERT പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നലെ നമ്മൾ പൗരധർമ്മത്തിലെ സിവിക്സിലെ 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ധനതത്വശാസ്ത്രത്തിൽ ഒരു ചാപ്റ്റർ കരുതലോടെ ചെലവിടാം എന്നുള്ളൊരു ചാപ്റ്റർ മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ നോക്കാം, നമുക്ക് ആ ചാപ്റ്റർ ഇന്ന് പഠിക്കാം. ഓക്കെ, വളരെ ചെറിയ ചാപ്റ്റർ തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒരു 4 പേജിൻ്റെ ചാപ്റ്ററേ ഉള്ളൂ. നമുക്ക് വേഗം പഠിക്കാം. ക്ലാസ് 5 ചാപ്റ്റർ 4 കരുതലോടെ ചെലവിടാം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വഴി സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വഴി സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം. അപ്പോൾ വരുമാനത്തിൻ്റെ ഡെഫിനിഷനാണ് അവിടെ പറയുന്നത്. വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എക്കണോമിക് ആക്ടിവിറ്റി ഒന്നാണ് തൊഴിൽ. വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് തൊഴിൽ. കായികമോ മാനസികമോ ബൗദ്ധികമോ ആയ മനുഷ്യ അധ്വാനത്തെ തൊഴിലെന്ന് പറയുന്നു. തൊഴിലിൻ്റെ പ്രതിഫലമാണ് കൂലി അല്ലെങ്കിൽ ശമ്പളം. തൊഴിൽ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന പ്രതിഫലമാണ് കൂലി അല്ലെങ്കിൽ ശമ്പളം. കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സാണ് തൊഴിൽ. വരുമാനം വ്യത്യസ്ത രീതിയിൽ ലഭിക്കുന്നത് പോലെ വരുമാനം ലഭിക്കുവാനുള്ള മാർഗങ്ങളും വ്യത്യസ്തമാണ്. പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നത്തെയോ വസ്തുക്കളെയോ പറയുന്ന പേരാണ് വരുമാന സ്രോതസ്സ്. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ വിവിധ സ്രോതസ്സുകൾ വഴി ലഭിക്കുന്ന പ്രതിഫലത്തിനാണ് വരുമാനം എന്ന് പറയുന്നു. പ്രതിഫലം പ്രദാനം ചെയ്യുന്നതോ അല്ലെങ്കിൽ വരുമാനം നൽകുന്ന വസ്തുവോ അല്ലെങ്കിൽ പ്രയത്നമോ ആണ് വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത്. ഒരു കച്ചവടം വരുമാന സ്രോതസ്സും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം വരുമാനവുമാണ്. അപ്പം ഒരു കച്ചവടം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ കച്ചവടം വരുമാന സ്രോതസ്സും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം നമ്മുടെ വരുമാനമായിട്ടാണ് കണക്കാക്കുന്നത്. വിവിധ വരുമാന സ്രോതസ്സുകളും വരുമാനവുമാണ് താഴോട്ട് പറയുന്നത്. സർക്കാർ ജോലി ശമ്പളം വരുമാനമാണ്. കച്ചവടം വരുമാന സ്രോതസ്സാണ്, ലഭിക്കുന്നത് ലാഭം. കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നത് അത് ഒരു വരുമാന സ്രോതസ്സാണ്, അതിൽ നിന്ന് വാടക ലഭിക്കുന്നതാണ് നമ്മുടെ വരുമാനം. ബാങ്ക് നിക്ഷേപങ്ങൾ അതിലൂടെ പലിശ എന്ന വരുമാനം ലഭിക്കുന്നു. കെട്ടിട നിർമ്മാണ ജോലി അതിൽ നിന്ന് കൂലി ലഭിക്കുന്നു. മഹിളാ പ്രധാന ഏജൻറ്റ് അതിൽ നിന്ന് കമ്മീഷൻ ലഭിക്കുന്നു. ഇത്രയാണ് വരുമാന സ്രോതസ്സും വരുമാനവുമായിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ വരുമാന സ്രോതസ്സിൽ പെടാത്തത് ഏതാണ്? ഇതിൽ ഓപ്ഷൻ A സർക്കാർ ജോലി, ഓപ്ഷൻ B കാർഷിക ജോലി, ഓപ്ഷൻ C വീട്ടമ്മയുടെ ജോലി, ഓപ്ഷൻ D ഡോക്ടറുടെ ജോലി. ആൻസർ C വീട്ടമ്മയുടെ ജോലിയാണ്. നമുക്കറിയാം അല്ലേ, പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇതിന് നൽകുന്നില്ല. ചെലവും പലവിധം ഡൈവേഴ്സ് എക്സ്പെൻസസ്. ആ പോർഷൻ നമുക്ക് നോക്കാം. വരുമാനം കൊണ്ടാണ് കുടുംബത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളും അംഗങ്ങളുടെ വ്യക്തിഗതമായ ആവശ്യങ്ങളും നിറവേറ്റുന്നത്. ചെലവ് 2 വിധത്തിലുണ്ട്: പ്രതീക്ഷ ചെലവ്, അപ്രതീക്ഷിത ചെലവ്. പ്രതീക്ഷ ചെലവും അപ്രതീക്ഷിത ചെലവും 2ആയി തരംതിരിക്കാം. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രതീക്ഷിത ചെലവ് എന്ന് പറയുന്നത് ഭക്ഷണം, വസ്ത്രം, വായ്പകളുടെ തിരിച്ചടവ്, യാത്രാ ചെലവ്, വിവിധ ബില്ലുകൾ, വൈദ്യുതി ബിൽ, വാട്ടർ ബിൽ, ഇതൊക്കെയാണ് പ്രതീക്ഷിത ചെലവ് എന്ന് പറയുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാവാം. അതാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ, അപകടം, പ്രകൃതി ദുരന്തം, ചികിത്സ, സാമ്പത്തിക സഹായങ്ങൾ എന്നിവ അപ്രതീക്ഷിത നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ വരുന്നതാണ് അപ്രതീക്ഷിത ചിലവുകൾ എന്ന് പറയുന്നത്. അപ്രതീക്ഷിത ചിലവുകൾക്കായി വരുമാനത്തിൻ്റെ ഒരു ഭാഗം കരുതി വയ്ക്കാവുന്നതാണ്. നമ്മൾ സേവിങ്സ് ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. അടുത്ത സാമ്പത്തിക സുരക്ഷിതത്വം എക്കണോമിക് സെക്യൂരിറ്റി. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുണ്ടാകുന്നത് അത് കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കും. ചിലവ് വരുമാനത്തേക്കാൾ കുറവാകുമ്പോൾ മിച്ചമുണ്ടാവും. മിച്ചം വയ്ക്കുന്ന തുക കുടുംബത്തിൻ്റെ സമ്പാദ്യമാണ്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ സമ്പാദ്യം സുപ്രധാന പങ്ക് വഹിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വം എന്ന മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിൽ ഉണ്ടാകുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ്. കുടുംബ വരുമാനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നത് വഴി സാമ്പത്തിക സുരക്ഷിതത്വം നേടാം. എല്ലാ കുടുംബങ്ങളുടെയും വരവ് ചിലവ് കണക്കുകൾ ഒരുപോലെയല്ല. വരുമാനവും ചിലവും തുല്യമായിരിക്കും. ചിലത് വരുമാനം കൂടുതൽ ചിലവ് കുറവായിരിക്കും, വരുമാനം കുറവ് ചിലവ് കൂടുതൽ. വരുമാനം മിച്ചം വയ്ക്കാൻ കഴിയുന്ന അവസ്ഥയാണ് വരുമാനം കൂടുതൽ ചിലവ് കുറവ്. സാമ്പത്തിക സുരക്ഷിതം സാധ്യമാക്കുവാൻ സഹായിക്കുന്ന അവസ്ഥയാണ് വരുമാനം കൂടുതൽ ചിലവ് കുറവ്.
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്ത് മിതവ്യയശീലം, ഹാബിറ്റ് ഓഫ് ത്രഫ്റ്റ്. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഫലപ്രദമായി വരുമാനം ചിലവിടുന്നതിനും സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം. അതായത് നമ്മൾ കുറച്ച് ചിലവാക്കുക എന്നുള്ള ശീലമാണ് ഇവിടെ പറയുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വത്തിന് മിതവ്യയശീലം സഹായിക്കും. ലളിത ജീവിതം മിതവ്യയശീലത്തിന് അനിവാര്യമാണ്. മിതവ്യയശീലത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ: ആഡംബര വസ്തുക്കൾ ഒഴിവാക്കുക, ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷ്യവസ്തുക്കൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം, ആവശ്യമുള്ളതും ഗുണമേന്മയുള്ളതുമായ സാധനങ്ങൾ കണ്ടെത്തി വാങ്ങുക, യാതൊരു സാധനവും അത്യാവശ്യമെങ്കിൽ മാത്രം വാങ്ങുക, വരുമാനത്തിൽ ഒതുങ്ങുന്ന വസ്തുക്കൾ മാത്രം വാങ്ങുക, ലളിത ജീവിതം നയിക്കുക, ഒഴിവാക്കാൻ കഴിയുന്ന ചിലവുകൾ ഒഴിവാക്കുക, പ്രതീക്ഷിക്കാത്ത അത്യാവശ്യ ചിലവുകൾ ഏത് സമയത്തുണ്ടാകുമെന്ന് കരുതി വരവിലൊരു പങ്ക് മാറ്റിവെക്കുന്നത് ശീലമാക്കുക. ഇനി പ്രധാനപ്പെട്ട ഒരു കോട്ട് നമുക്കിവിടെ പഠിക്കാനുണ്ട്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഇത് ഗാന്ധിജിയുടെ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടാണല്ലേ. അപ്പം കുടുംബം, വരവ് ചിലവ്, ഫാമിലി ഇൻകം ആൻഡ് എക്സ്പെൻസ്. മുൻകൂട്ടി വരവ് ചിലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നതിനെ പറയുന്ന പേരാണ് ഫാമിലി ബഡ്ജറ്റ്, കുടുംബ ബഡ്ജറ്റ്. കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. വരവിനനുസരിച്ച് ചിലവ് ക്രമപ്പെടുത്താൻ സഹായിക്കുന്നു, മുൻഗണന നിശ്ചയിച്ച ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു, സമ്പാദ്യശീലം, മിതവ്യയത്വം എന്നിവയുടെ ആവശ്യകത തിരിച്ചറിയാൻ സാധിക്കുന്നു. എല്ലാ കുടുംബങ്ങളുടെയും ചെലവുകൾ ഒരുപോലെയല്ല. കുടുംബ ബഡ്ജറ്റുകൾ വ്യത്യസ്തമാകുന്നതിൻ്റെ അടിസ്ഥാനം കുടുംബങ്ങളുടെ വരുമാനത്തിലും ചെലവിലും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ്. നമുക്ക് ചുറ്റും വരുമാനം കൂടുതലുള്ളവരും കുറവുള്ളവരുമുണ്ട്. ഇത് കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരത്തിന് വഴിതെളിക്കുന്നു. കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരം കുറയ്ക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നു. ഇനിയാണ് ബഡ്ജറ്റ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചെലവുകൾ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്ന വരുമാനം കണ്ടെത്തി അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ബഡ്ജറ്റ്. അപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ചെലവുകൾ മുൻകൂട്ടി തീരുമാനിച്ച് അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്ന വരുമാനം കണ്ടെത്തി അവ അവതരിപ്പിക്കുന്ന രീതിയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. വാർഷിക ബഡ്ജറ്റുകളാണ് സാധാരണ നിലയിൽ സർക്കാർ അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയറായി കണക്കാക്കപ്പെടുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. പല ക്വസ്റ്റ്യൻസിന് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ളതാണ് കേന്ദ്ര ബഡ്ജറ്റും സംസ്ഥാന ബഡ്ജറ്റും. ഒരു സാമ്പത്തിക വർഷം എന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവ ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട്. ഇനി പ്രവർത്തന ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന ചിലവ് കണക്കാണ് പ്രവർത്തന ബഡ്ജറ്റ്. പഠനയാത്രയ്ക്ക് തയ്യാറാക്കുന്ന ബഡ്ജറ്റ് എക്സെട്ര. ഇനി നമുക്ക് ഈ ചാപ്റ്ററെ സംബന്ധിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനമാണ് തൊഴിൽ. പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുവിനെയോ ആണ് വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. അമ്മ സ്വന്തം വീട്ടിൽ വച്ച് തയ്യൽ ജോലി ചെയ്യുന്നത് തൊഴിലല്ല. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എയും ബിയുമാണ്. വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനമാണ് തൊഴിൽ. പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുക്കളോ ആണ് വരുമാന സ്രോതസ്. ഇത് തൊഴിലാണ് അല്ലേ, അതാണത് തെറ്റായിട്ടുള്ള കാരണം. അമ്മ സ്വന്തം വീട്ടിൽ തയ്യൽ ജോലി ചെയ്യുന്നത് തൊഴിലാണ്, ഒരു തൊഴിലല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് തെറ്റായിപ്പോയത്. താഴെ പറയുന്ന പ്രസ്താവന ശരിയായവ കണ്ടെത്തുക. ബാങ്ക് നിക്ഷേപം ഒരു വരുമാന സ്രോതസ്സാണ്. അധ്യാപനം ഒരു തൊഴിൽ അല്ല. ചികിത്സയ്ക്ക് ആവശ്യമായി വന്ന ചിലവ് അപ്രതീക്ഷിത ചിലവിൽ വരുന്നതാണ്. അമിതമായ ചിലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വത്തിന് ഗുണകരമാണ്. ഇവിടെ വരുന്നത് എ, സി, ഡി എന്നുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. കാരണം നമുക്കറിയാമല്ലേ, അധ്യാപനം ഒരു തൊഴിലാണ്. അടുത്ത താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആഡംബര വസ്തുക്കൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് മിതവ്യയശീലം പാലിക്കലാണ്. നമുക്ക് ചുറ്റുമുള്ള കുടുംബങ്ങൾ തമ്മിൽ സാമ്പത്തിക അന്തരം നിലനിൽക്കുന്നില്ല. സമ്പാദ്യം സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ശരിയായ തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ എയും സിയും ആണ് ശരിയായിട്ടുള്ളത്. കാരണം നമുക്ക് ചുറ്റുമുള്ള കുടുംബങ്ങളിൽ സാമ്പത്തിക അന്തരം നിലനിൽക്കുന്നുണ്ട്. അതാണ് ആ ഒരു ഓപ്ഷൻ തെറ്റ് വരാൻ കാരണം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി, ഓപ്ഷൻ എയും സിയും എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 3 അവസ്ഥകൾ ഏതിലാണ് വരുമാനം മിച്ചം വയ്ക്കാൻ സാധിക്കുക? വരുമാനം കൂടുതൽ ചിലവ് കുറവ്, വരുമാനം കുറവ് ചിലവ് കൂടുതൽ, വരുമാനവും ചിലവും ഏകദേശം തുല്യം. ഇതിൽ എ ആണ്. വരുമാനം കൂടുതൽ ചിലവ് കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് മിച്ചം വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ പറയുന്നതിൽ ഏത് കാലയളവാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വം
ഉറപ്പാക്കുന്നതിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. വരുമാനം ചെലവ് തുല്യം, വരുമാനം കുറവ് ചെലവ് കൂടുതൽ, വരുമാനം കൂടുതൽ ചെലവ് കുറവ്, ഇവയൊന്നുമില്ല. ഓപ്ഷൻ സി, വരുമാനം കൂടുതൽ ചെലവ് കുറവാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത്. മിതവ്യയശീലത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനം ഏത്? ഫാഷൻ മാറുന്നതനുസരിച്ച് വസ്ത്രങ്ങൾ വാങ്ങുന്നു, ആഡംബര വസ്തുക്കൾ ഉപേക്ഷിക്കുന്നു, വാങ്ങാതിരിക്കുന്നു, പരസ്യങ്ങളുടെ പ്രേരണയിൽ അമിതമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, കിട്ടുന്ന പണം അന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കുന്നു. ഓപ്ഷൻ ബി, ആഡംബര വസ്തുക്കൾ ഉപേക്ഷിക്കുന്നു, വാങ്ങാതിരിക്കുന്നു. ഇതാണ് മിതവ്യയശീലത്തിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ വരുമാന സ്രോതസ്സ്, അതുപോലെ തന്നെ പ്രതീക്ഷിത ചിലവ് 2 തരമുണ്ട്. പ്രതീക്ഷിത ചിലവ്, അപ്രതീക്ഷിത ചിലവ്. പിന്നെ എക്കണോമിക് സെക്യൂരിറ്റി എന്താണെന്ന് നോക്കണം, മിതവ്യയശീലം എന്താണെന്ന് അറിയണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗാന്ധിജിയുടെ കോട്ട് നമ്മൾ പറഞ്ഞു, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾക്കും തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിർവഹിക്കാനുള്ളതാനും. പിന്നെ കുടുംബം, വരവ് ചിലവ്, ബഡ്ജറ്റ്, പ്രവർത്തന ബഡ്ജറ്റ്, ഇത്രയാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പം ഇതോടുകൂടി ഈ ടെക്സ്റ്റ് ബുക്കിലെ ക്ലാസ് 5 ഭരണഘടന, പൗരധർമ്മം, ധനതത്വശാസ്ത്രം ഈ 3 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 2-ൻ്റെ സയൻസിലുള്ള ഭാഗങ്ങളായിരിക്കും. ആ ക്ലാസ് ഉടനെ വരുന്നതായിരിക്കും. താങ്ക്